എൻ്റെ പേര് മോസ്മി രാജീവ്. ഞാൻ പുതുവൈപ്പിൽ നിന്ന് വരുന്നു. എൻ്റെ ആദ്യ പ്രസവത്തിനാണ് എനിക്ക് ഹൃദയത്തിലൊരു ദ്വാരമുണ്ടെന്ന് അറിയുന്നത്. അത് വളരെയേറെ ഞാൻ വിഷമിച്ചിരുന്നു. പിന്നെ അതുകൂടാതെ എനിക്ക് ഇടതുവശത്ത് ഭയങ്കര വേദനയും അനുഭവപ്പെട്ടിരുന്നു. അപ്പോൾ എൻ്റെ വീടിനടുത്തുള്ള ഒരു വിശ്വാസിയായ ഒരു ചേച്ചി എനിക്ക് കൃപാസന പത്രം കൊണ്ടുവന്ന് തന്നു. ഞാനൊരു ഹൈന്ദവ സമുദായത്തിൽ നിന്നാണ് വരുന്നത്. ഞാനത് വിശ്വാസത്തോടെ എൻ്റെ ഹൃദയഭാഗത്ത് വെച്ച് ഞാൻ ദൈവവചനം ഞാൻ നിത്യമായി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി കഴിഞ്ഞ വെക്കേഷൻ സമയത്ത് എൻ്റെ ഹൃദയത്തിൻ്റെ ഓപ്പറേഷൻ പറഞ്ഞിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്നിരുന്നു. അതിൻ്റെ ഫലമായി ഞാൻ വീണ്ടും എക്കോ എടുക്കാനായി ലിസി ആസ്പത്രിയിൽ ചെന്നപ്പോൾ അതിൽ ഹൃദയത്തിന് യാതൊരു കുഴപ്പമില്ലെന്ന് കണ്ടു. അതുകൂടാതെ എൻ്റെ യൂട്രസിലും ഓവറിയിലും ഫൈബ്രോയിഡും ഉണ്ടായിരുന്നു, മുഴകളും ഉണ്ടായിരുന്നു, സിസ്റ്റം ഉണ്ടായിരുന്നു. അത് ഒരെണ്ണം ഇത്തിരി വലുതായിരുന്നു. അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് കീ ഹോൾ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പത്രം എൻ്റെ വയറിൽ വെച്ച് ഞാൻ ദൈവവചനം വിശ്വാസ പ്രമാണം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ ആർക്കും ഇതിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മയ്ക്ക് പോലും ഇതിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അമ്മ എന്നെ നിരന്തരം വഴക്ക് പറയായിരുന്നു. നീ ഇതിലെപ്പോഴും ഇതിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിൽ നീ ഇതൊന്നും ചെയ്യാത്തതെന്ന്. പക്ഷെ എനിക്ക് അമ്മേനോടൊരു ദേഷ്യം തോന്നില്ല. പക്ഷെ ഇപ്പം ഞാനിവിടെ വന്നിരിക്കുന്ന അമ്മയ്ക്കും കൂടി സാക്ഷ്യം പറയാനായിട്ടാണ്. അമ്മ പെട്ടെന്ന് ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് എൻ്റെ വീടിൻ്റെ പുറകുവശത്ത് വീണു. അമ്മക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അമ്മ നിരങ്ങിയാണ് വീടിൻ്റെ അകത്ത് വന്നത്. തൊടയുടെ ഭാഗം ചതഞ്ഞ് തൂങ്ങി കിടന്നിരുന്നു. നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ അമ്മേനെ കിടത്തി പത്രം വെച്ചിട്ട് അമ്മനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. രാത്രി 12 മണിയായിട്ടുണ്ടാവും. അമ്മയുടെ ശിരസിൽ ആരോ സ്പർശിക്കുന്നത് പോലെ അമ്മയ്ക്ക് അനുഭവപ്പെട്ടു. അതോടുകൂടി എൻ്റെ അമ്മ വലിയൊരു വിശ്വാസിയായി തീർന്നു. അമ്മ പറഞ്ഞു എനിക്ക് ഒരു കൊന്തം എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങാമെന്ന് പറഞ്ഞു. വാങ്ങി ഞാൻ വല്ലാർപാടം പള്ളി ഞാൻ കൊന്തയ്ക്കായി പോയ സമയത്ത് വീട്ടിൽ ആരും ഇല്ലായിരുന്ന സമയത്ത് എൻ്റെ അമ്മ കുളിക്കണ സമയമായിരുന്നു. അപ്പോൾ ആരോ വന്ന് അമ്മയോട് മകളെ ഒന്ന് വിളിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു മകൾ പുറത്തോട്ട് പോയിരിക്കുകയാണ്, ഇവിടെ വീട്ടിൽ ആരും ഇല്ലെന്ന് പറഞ്ഞു. അമ്മേനോട് കുറേ നേരം സംസാരിച്ചെന്ന് പറഞ്ഞു. ആരാണെന്നൊന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ അമ്മ കുളി കഴിഞ്ഞ് എൻ്റെ അമ്മക്ക് സ്ട്രോക്ക് വന്നിട്ടുള്ളതാണ്. അമ്മ സാവധാനം കുളി കഴിഞ്ഞ് പുറത്ത് വന്ന് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു അത് വേറെ ആരുമല്ല, പരിശുദ്ധ അമ്മ തന്നെയാണ് എൻ്റെ വീട്ടിൽ വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടി നന്ദി ഞാനിവിടെ പറയുന്നു.